സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമാഗും ഗുരുഭ്യോ നമാഗം ഗണപതയേ നമഃ സരസ്വതീ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേൽ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം നമഃ ശിവായ. വല്ലഭക്ഷോണീശുകീർത്തിമന്ദം നാരായണായേതി സദാ ജപന്തം ശ്രീകൃഷ്ണപാദാബ്ജമധുവ്രതം തം നമാമി നിത്യം പിതരം കുമാരം ഗുരും കുമാരം പ്രണതോസ്മി നിത്യം. ശ്രീ അച്യുതം നതോസ്മി. ഋഷിഭ്യോ നമഃ വംശഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ ഗുരുഭ്യോ നമഃ ഭക്തേഭ്യോ നമഃ പരമഭാഗവതേഭ്യോ നമഃ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ മന്ത്രം ജപിച്ച് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരുമിച്ചൊന്ന് ജപിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശ്രീ മഹാദേവൻ്റെയും പ്രത്യേക വാത്സല്യത്തോടുകൂടി ഗുരുവായൂരപ്പനും ഈ പെരുന്തട്ട മഹാദേവ തേവരും കൂടി കൈകോർത്ത് പിടിച്ച് ഉത്സവമായിട്ട് കൊണ്ടാടണു 41ാമത് ഭാഗവത സത്രം. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള അടുപ്പം എന്ന. ഈ മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്താണെന്നറിയോ? പല വഴിപാട് നമ്മൾ കഴിക്കില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്താ? ധാര എന്നാ പറയുക അല്ലേ? ആ അക്ഷരം തിരിച്ചിട്ട് നോക്കൂ. അതന്നെ. എന്താ? രാധ. അപ്പോൾ ഒരേ കാര്യം തന്നെയാണ് ഗുരുവായൂരപ്പനായാലും ഈ മഹാദേവർക്കായാലും ഒക്കെ ഭക്തന്മാരെയാണ് അവർക്കൊക്കെ വലിയ ഇഷ്ടം. അപ്പം മഹാദേവനിൽ നിന്ന് വേണം നമ്മൾ ഭാഗവതമൊക്കെ തുടങ്ങാൻ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സകല വിദ്യകളുടെയും ഗുരുനാഥനായിട്ട് മഹാദേവനെ പറയും. അതേപോലെ തന്നെയാണ് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഈ മഹാദേവന് മാത്രമൊരു പ്രത്യേകത എന്താണെന്നറിയോ? മൂന്നാമതൊരു കണ്ണുണ്ട് മഹാദേവന്. മൂന്നാമത്തെ തൃക്കണ്ണ് എന്നൊക്കെ നമ്മൾ പറയും. കുട്ടികളൊക്കെ നമ്മൾ ചോദിക്കും എന്താ? എല്ലാ ദേവീദേവന്മാർക്കും 2 കണ്ണേ ഉള്ളൂ. ഈ മഹാദേവൻ എന്താ മൂന്നാമത്തെ കണ്ണ്? നമ്മളെന്താ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? നല്ലോണം ശ്രദ്ധിക്കണം. ആ കണ്ണങ്ങോട്ട് തുറന്നാൽ ആ കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അഗ്നിയാണ്. മുമ്പിലുള്ളത് മുഴുവൻ കത്തിച്ചാമ്പലാകും.
ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. അന്ന് വൈകുന്നേരം അമ്മ ചോദിച്ചു, കുട്ട അമ്പലത്തിലേക്ക് പോരുന്നുണ്ടോ? കുട്ടി ചോദിച്ചു, ഏത് അമ്പലത്തിലേക്ക് അമ്മയെന്ന്. പറഞ്ഞത് ആ പെരുന്തട്ട അമ്പലത്തേക്കാണ്, മഹാദേവൻ്റെ അടുത്തേക്കാണ്. അയ്യോ ഞാനില്ല. എന്തേ കാരണം? ഞാൻ ചെല്ലണ നേരത്തെങ്ങാനും മഹാദേവൻ ആ മൂന്നാമത്തെ കണ്ണ് മിഴിക്കാൻ തുടങ്ങിയല്ലേ. ഇപ്പം ഇവിടെ ഈ മൂന്നാമത്തെ കണ്ണ് വാസ്തവത്തിൽ എന്താ? ഇതിനെയാണ് ജ്ഞാനചക്ഷുസ് എന്ന് പറയുക. ഇതൊക്കെ നമുക്കും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ജ്ഞാനചക്ഷുസ് എന്നൊന്നുമല്ല പറയുക. നമ്മൾ പറയുക എന്താ? അകക്കണ്ണ് എന്നാ. കണ്ണു വേണം ഇരുപുറമെപ്പോഴും, കണ്ണു വേണം മുകളിലും താഴേം, ഉള്ളിലെപ്പോഴും കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അത് ജ്ഞാനചക്ഷുസ്സാ. ഗുരുവായൂരപ്പൻ അർജുനനോട് പറഞ്ഞില്ലേ, അർജുന നിൻ്റെ ഈ 2 മാംസചക്ഷുസിനെ കൊണ്ട് നോക്കിയാൽ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ആ വിഭൂതി വിസ്തരയോഗം പറഞ്ഞേ ഉള്ളൂ അല്ലേ. എൻ്റെ വിഭൂതികളെ കാണണമെങ്കിൽ ഈ മാംസചക്ഷുസ് കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ദിവ്യം ദദാമി തേ ചക്ഷു, നിനക്ക് ദിവ്യങ്ങളായ 2 കണ്ണ് ഞാൻ തരാം. ആ ജ്ഞാനചക്ഷുസ് തുറന്നാൽ, പറഞ്ഞത് വളരെ ശരിയാ, എന്താ? മുമ്പിലുള്ളതൊക്കെ നശിക്കും. ഇപ്പം എന്താ മുമ്പിലുള്ളത്? ഈ ലോകം. നമ്മുടെയൊക്കെ ധാരണ എന്താ? ഈ ലോകം എന്നെന്നും നിലനിൽക്കുന്നതാണ്, അനശ്വരമാണ്. എന്നാൽ ജ്ഞാനമാകുന്ന കണ്ണ് തുറന്ന ജ്ഞാനാഗ്നി പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകിയാൽ ഈ ലോകം മുഴുവൻ ഇല്ലാണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ലോകചിന്ത ഇല്ലാണ്ടാവും. അതുതന്നെയാണ് ജ്ഞാനം. ഉള്ളിൽ ജ്ഞാനം ഉറച്ചാൽ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന തോന്നൽ ഇല്ലാണ്ടാവും. ഉള്ളതൊന്നുമുള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതിൻ്റെ ഉള്ളിലുണ്ട് ഒരുള്ളതായത്. ആ ഉള്ളതായത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നശിക്കുന്നതാണ് എന്ന ബോധം തരുന്നത് മഹാദേവൻ. അതുപോലെയാണ് ഏത് ഗ്രന്ഥത്തെ പരിശീലിക്കുമ്പോഴും പഠിക്കുമ്പോഴും അനുസന്ധാനം ചെയ്യുമ്പോഴും ഈ 2 തലമുണ്ട് എന്ന. ഒന്ന് ബാഹ്യമായ തലം, ഒന്ന് ആന്തരികമായ തലം. ഇപ്പോൾ നോക്കൂ, ഏകാദശ സ്കന്ധത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ഭാഗവതത്തിനും അങ്ങനെ തന്നെയാട്ടോ. 2 തലമുണ്ട്. ബാഹ്യമായൊരു തലമുണ്ട്, ആന്തരികമായൊരു തലവും ഉണ്ട്. ജ്ഞാനം പരം ഗീയതേ, ആന്തരികമായ തലമാണ്. ഭക്ത്യാ ഭാഗവതം ജ്ഞേയം, അതും ഒരു തലം തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഭാഗവതത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ ആസ്വദിച്ച് കേട്ടു. ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഈ കഥകളൊക്കെ എന്തിനാ ശ്രദ്ധിച്ച് കേട്ടത്? മുക്ത്യർത്ഥം, മുക്തി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഏകാദശ സ്കന്ധത്തിന് ലക്ഷണം തന്നെ മുക്തി. ആ ഏകാദശ സ്കന്ധത്തിലൂടെ കടന്ന് 18 അധ്യായങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞു. 19ാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ദശമസ്കന്ധം കഴിഞ്ഞ് ഏകാദശം. ദശമസ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ മുഖമാണ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഭഗവാന്റെ മുഖകമലമാണ് ദശമസ്കന്ധമെങ്കിൽ ആ കഥകളൊക്കെ നോക്കൂ, എത്ര ആസ്വാദ്യകരമായിരുന്നു. ഭഗവാന്റെ തിരുവവതാരം തൊട്ട് മുമ്പുള്ള അധ്യായം വരെ എത്ര മനോഹരമായിട്ട് ആ കഥകളൊക്കെ നമ്മൾ കേട്ടത്. കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഘനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹനമോഹനം. അത്രയും മോഹിപ്പിക്കുന്ന കഥകൾ, ലീലകൾ ഇവിടെ അടിത്തീർത്തു. പക്ഷേ അത് ഹൃദയം കൊണ്ടൊക്കെയാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഏകാദശ സ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ അതിനുള്ളിലൂടെ നമ്മളൊന്ന് കടന്നു പോകണു. ഇതുവരെ വൈകാരികമായി ഈ കഥകളെ കേട്ട് ആനന്ദിച്ചെങ്കിൽ ഇനി വൈചാരികമായൊരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ബാഹ്യമായ തലം വിട്ട് ആഭ്യന്തരമായ തലത്തിലേക്ക്. ഇതുവരെയൊക്കെ ഉള്ളത് പ്രവൃത്തി ലക്ഷണമായിരുന്നുവെങ്കിൽ ഇനി ഇതാ നിവൃത്തി ലക്ഷണത്തിലേക്ക് പോകണു. ദശമസ്കന്ധം നിരോധമായിരുന്നുവെങ്കിൽ നിരോധോ മുക്തി, നിരോധത്തിൽ നിന്നും മുക്തിയിലേക്ക്. അപ്പം മുക്തിയിലേക്കുള്ള വഴി എന്താണെന്ന് ഇപ്പം തന്നെ പറഞ്ഞു, നിരോധമാണ്. എന്താ നിരോധം? ഭഗവാനല്ലാതെയുള്ള എല്ലാറ്റിനെയും നിരോധിക്കുക. കൃഷ്ണനല്ലാത്തതെല്ലാം മറക്കിലും കൃഷ്ണരൂപം മറക്കാതിരിക്കണം. കൃഷ്ണനല്ലാത്തതെല്ലാം മറക്കിലും
കൃഷ്ണനാമം മറക്കാതിരിക്കണം. ബാക്കിയൊക്കെ മറന്നോളൂ, ഈ ഗുരുവായൂരപ്പനെ മാത്രം ഓർത്തോളൂ. അതാണ് മുക്തിയുടെ ലക്ഷണം. അപ്പോൾ മുക്തി മുക്തി എന്നൊക്കെ നമ്മൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ? മോക്ഷം നമ്മൾ പറയുകയും ചെയ്യും, മോക്ഷം തരണേ ഭഗവാനെ. എന്താ ഈ മോക്ഷം എന്ന് പറയുന്ന സാധനം? നമ്മുടെ ധാരണയിൽ എന്താ, ഈ ഇരിപ്പിൽ നിന്ന് എങ്ങനെ ഉയർന്നിട്ട് അങ്ങോട്ട് പോകണം അല്ലേ? അവിടെ നല്ല സുഖമായിട്ടൊരു സ്ഥലമുണ്ട്, പിന്നെ അവിടെ എങ്ങനെ സുഖമായിട്ടിരിക്കുക, 4 നേരം ഭക്ഷണം. ഈ സത്രവീതിയിൽ വരണ പോലെ തന്നെയാണ്, ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാക്കണല്ലോ, ഒക്കെ മുമ്പിലേക്ക് വരും, സുഖമായിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുക അല്ലേ? അങ്ങനെ ഒന്നും വിചാരിക്കരുതേ. മോഹങ്ങൾ ക്ഷയിക്കലാണ് മോക്ഷം എന്നൊക്കെ ആചാര്യന്മാർ പറയും. വാസ്തവത്തിൽ മോക്ഷം തന്നെ പലതരത്തിലാണ്. ഇപ്പോൾ ആദ്യമായിട്ട് പറയും സാലോക്യമുക്തി. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? സാലോക്യമുക്തി, സാരൂപ്യമുക്തി, സാമീപ്യമുക്തി, സായുജ്യമുക്തി, സാഷ്ടിമുക്തി, ഇങ്ങനെ അനവധി മുക്തി പ്രകാരങ്ങൾ തന്നെ ഉണ്ട് എന്നാണ്. ഇതിൽ സാലോക്യമുക്തി എന്താ? ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേരുക. വൈകുണ്ഠം അല്ലേ? ഇവിടെ വരണ വഴിക്കൊരു ബോർഡ് കണ്ടു, ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ വൈകുണ്ഠം. ഇംഗ്ലീഷിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ? കുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠത. വൈകുണ്ഠം എന്താ അർത്ഥം എന്ന് പറയുക? എന്തിനാ ഈ കുണ്ഠത, എന്തിനാ വിഷമിക്കണത്? അതാണ് വൈകുണ്ഠം. അപ്പോൾ കുണ്ഠതയുടെ ആവശ്യമില്ല, വിഷമത്തിൻ്റെ ആവശ്യമില്ല, വിഷമമില്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. സാലോക്യം, ആ ലോകത്തിലേക്ക് എത്തുക. അതിനെന്താ എളുപ്പ വഴി എന്നറിയോ? പ്രഹ്ലാദകുമാരൻ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതി പുംസാർപ്പിത വിഷ്ണോ ഭക്തിശ്ചേത് നവലക്ഷണ. ശ്രവണകീർത്തനാദികൾ കൊണ്ട്, ആ ശ്രവണകീർത്തന ചര്യകൾ കൊണ്ട് സാലോക്യമുക്തി. ഇനി അടുത്തത് സാമീപ്യമുക്തി. എന്താ സാമീപ്യമുക്തി? ക്രിയകളിലൂടെ എന്ന് പറഞ്ഞാൽ പൂജകളിലൂടെ. ഇതുകൊണ്ടാണ് ഇതിനു മുമ്പ് കപിലയത്തിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ ക്രിയായോഗം അല്ലേ? എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് ഉദ്ധവർക്കും പറഞ്ഞു കൊടുത്തു, ക്രിയാമാർഗോപദേശമൊക്കെ. അപ്പം പൂജാതി കർമ്മങ്ങളെ കൊണ്ട്, അർച്ചനകൾ കൊണ്ട് സാമീപ്യമുക്തിയിലേക്ക് എത്താം. അടുത്തത് സാരൂപ്യം, അഷ്ടാംഗയോഗം കൊണ്ട് യമ, നിയമ, ആസന, പ്രാണായാമ അല്ലേ, സമാധി, ധ്യാനം തുടങ്ങിയിട്ടുള്ള അവസ്ഥകളിലൂടെ അഷ്ടാംഗയോഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സാരൂപ്യമുക്തിയിലേക്ക് എത്താം. അതിനു മുകളിലാണ് സായുജ്യമുക്തി. സായുജ്യമുക്തി എങ്ങനെ കിട്ടുക എന്നറിയോ? ജ്ഞാനം കൊണ്ട്. അപ്പം മുക്തി സാധനയാണ് ജ്ഞാനം. കുംഭീന്ദ്രൻ പോയി ത്രികുടാചല സരസി മുതാ പണ്ട് അഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചം മുതല കടിവിടാഞ്ഞായിരത്താണ്ടുഴം അന്നേരം പോന്നു വന്നം മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന കരിവരന് സായുജ്യമേകീ മുകുന്ദൻ ഉൽക്ഷിപ്യ സാംബുചകരം ഗിരമാഹകൃച്ഛാൻ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സായുജ്യമുക്തി. ഇപ്പം ജ്ഞാനം കൊണ്ടാണ് സായുജ്യത്തിലെത്താൻ പറ്റുക. ഇപ്പം ഏകാദശ സ്കന്ധം തുറക്കാനുള്ള താക്കോൽ എന്താണെന്നറിയോ? ഈ ജ്ഞാനമാണ് എന്ന് സഹസ്രനാമത്തിൽ എത്ര മനോഹരമായിട്ട് പറഞ്ഞു. ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന. ജ്ഞാനം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാനായിട്ട് കഴിയൂ. ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടുന്നവനാണ്. ആ ജ്ഞാനമാർഗങ്ങൾ അറിയണമെങ്കിൽ ധർമാചാരങ്ങളെക്കുറിച്ച് അറിയണം. അതിനു വേണ്ടിയാണ് ആ തൊട്ട് മുമ്പേ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ അനുസ്മരിച്ചു. വർണ്ണാശ്രമധർമ്മങ്ങൾ, ആ വർണ്ണാശ്രമധർമ്മങ്ങൾക്ക് മുകളിലായിട്ടാണ് ജ്ഞാനത്തിൻ്റെ മാർഗം. എന്താ ഇപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്താ പറഞ്ഞത്? വർണ്ണങ്ങൾ 4, ആശ്രമങ്ങൾ 4 അല്ലേ? 4 വർണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞു, 4 ആശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ജ്ഞാനത്തിന് അതിന് മുകളിലൊരു മാർഗമുണ്ട് എന്നാ. നാഹം മനുഷ്യ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥാ. ഇതൊന്നും ഞാനല്ല. ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രോ ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥോ ഭിക്ഷുർന്ന ചാഹം. പിന്നെ ഞാൻ ആരാ?
നിജബോധരൂപ, ഞാനെന്നത് ബോധരൂപമാണ്. ഇപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളുടെ എന്ന പടി കൂടി ചവിട്ടി ഞാൻ ഇതൊന്നുമല്ല ബോധരൂപമാണ് എന്ന് പറയുന്നിടത്ത് 19-ാമത്തെ അധ്യായം തുടങ്ങുന്നു. ഏറ്റവും രസകരമായൊരു അധ്യായം അതൊട്ട്. നോട്ടീസിൽ കണ്ടത് എന്താ? ഭാഗവത പ്രശ്നോത്തരീന്ന. ഏകാദശ സ്കന്ധത്തിൻ്റെ ഒരു ഘടന എന്താണെന്നറിയോ? സുധാമത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കണ ഭഗവാന്റെ പാദങ്ങളിലെല്ലാം സമർപ്പിച്ച് കിടക്കണ ഉദ്ധവൻ ആരെപ്പോലെ? അർജുനനെ പോലെ. ശിഷ്യസ്തേഹം പാഹിമാം ത്വാം പ്രപന്നം എന്ന് പറഞ്ഞ് കടന്ന അതേ അർജുനനെ പോലെ അവിടെ വെച്ച് ഉപദേശങ്ങൾ തുടങ്ങി. തുന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു. അവിടെ തൊട്ട് തുടങ്ങി എങ്ങനെയാണ് ഈ മമതയെ ഇല്ലാണ്ടാക്കാൻ പറ്റുക. 21 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉദ്ധവർ. ആ 21 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണോ ജഗദ്ഗുരുവായിരിക്കണ ഗുരുവായൂരപ്പൻ. അതിൽ ഒരു ചോദ്യമാണ് 19-ാം അധ്യായം ചർച്ച ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണേ, ഒരു ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് എന്തുണ്ടെന്നറിയോ? 35 ഉപചോദ്യങ്ങളുണ്ട് എന്ന ഘടന ശ്രദ്ധിക്കണേ. ഇപ്പോൾ നിയമസഭയിലൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സാമാജികത പറയില്ല, ഒരു ഉപചോദ്യം, ഒരു നമ്പർ ഇട്ട് ഒരു ചോദ്യം കൂടി എന്നതുപോലെ ഒരു ചോദ്യത്തിനൊരു 35 ഉപചോദ്യം. ഭഗവാൻ ഒട്ടും മോശമാക്കിയില്ല. 35 ചോദ്യം ചോദിച്ചാൽ ഇരിക്കട്ടെ, 36 ഉത്തരം പറഞ്ഞു. 35 ചോദ്യത്തിന് 35 ഉത്തരം പോരെ? അത് പോരാന്നാ. ഒരു ചോദ്യത്തിന്, ഒരു ഉപചോദ്യത്തിന് ഭഗവാൻ ഒരു ഉപ ഉത്തരം കൂടി ചേർത്തു എന്ന്. ഭഗവാൻ ഒരു കുസൃതി നോക്കൂ, നീ 35 ചോദിച്ചെങ്കിൽ അധികം തരാം. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. അഭ്യർത്ഥിതാൻ അനഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി. ചോദിച്ചതും ചോദിച്ചതിനപ്പുറവും വാരിക്കോരി വർഷിക്കണു ഈ ഗുരുവായൂരപ്പൻ. ആ 36 ചോദ്യങ്ങളെയാണ് നമ്മൾ അടുത്തറിയാൻ പോകുന്നത്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു ആമുഖം കൂടി വേണം. ഭാഗവത ഗ്രന്ഥം കയ്യിലുള്ളവർക്കൊക്കെ എടുക്കാം. 19-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം. യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാൻ നാനുമാനിക മായാമാത്രമിതം ജ്ഞാത്വാ ജ്ഞാനം ച മയി സന്യസേത്. ജ്ഞാനം ച മയി സന്യസേത്. എന്താ ഭഗവാൻ പറഞ്ഞതെന്നറിയോ? അറിഞ്ഞ് സന്യസിക്കണം എന്ന. അറിഞ്ഞ് സന്യസിക്കുക. അതിനൊരു പേര് പറയും വിദ്വൽ സന്യാസം എന്ന. അറിഞ്ഞ് സന്യസിക്കുക. അപ്പോൾ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ അറിഞ്ഞിട്ട് വേണം ഉപാസിക്കാൻ. തത് ദൂരേ, ദൂരത്താണ്. ആർക്ക്? അജ്ഞാനികൾക്ക്. ജ്ഞാനികൾക്കോ? തത് അന്തികേ, അത് ഏറ്റവും അടുത്താണ്. ഇവിടെ പറയും അവിജ്ഞാതാം വിജാനാതാം വിജ്ഞാതം അവിജാനതാം. എന്താ അർത്ഥം എന്നറിയോ? അറിഞ്ഞു അറിഞ്ഞു എന്ന് ആര് പറയുന്നവരോ അവരൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ. വളരെ ശ്രദ്ധിക്കണേ. അറിഞ്ഞു എന്ന് പറയുന്നവർ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല എന്ന് പറഞ്ഞവർ അല്പമെന്തോ അറിഞ്ഞിട്ടുണ്ട്. ഒരാൾ എന്നും അമ്പലത്തിൽ വരുത്രേ. അപ്പോൾ നമ്മളൊക്കെ ഗുരുവായൂരപ്പ മഹാദേവ നമശിവായ എന്നുള്ള ജപിക്കുന്നതിന് പകരം ഇദ്ദേഹം കൈ കൂപ്പി നിൽക്കും. എന്നിട്ട് എന്താ ജപിക്കുക എന്ന് പറയുക? പ്രത്യേക മന്ത്ര ജപിക്കുക. എന്താ ജപിക്കുക എന്നറിയോ? മനസ്സിലായില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രം. മനസ്സിലായില്ല, 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, അനവധി വർഷം ഇദ്ദേഹം അമ്പലത്തിൽ വന്നാൽ പോണവരെ ഒറ്റ മന്ത്രമേ ഉള്ളൂ, മനസ്സിലായില്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉണ്ട് പെട്ടെന്നൊരു മാറ്റം. എന്താ? ഇദ്ദേഹം ജപിക്കാൻ തുടങ്ങി. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. അപ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷം. അവർ ചോദിച്ചു, ഗുരുനാഥ അങ്ങ് ഇത്രയും കാലം മനസ്സിലായില്ല, മനസ്സിലായില്ല, മനസ്സിലായില്ല എന്നാണ് ജപിച്ചത്, ഇപ്പം എന്താ അങ്ങ് പെട്ടെന്ന് മനസ്സിലായി, മനസ്സിലായി എന്ന് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അതേ, ഈ ബ്രഹ്മത്തെ അറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷേത്ര ദർശനത്തിനൊക്കെ വന്നത്. ഈ ഗുരുവായൂരപ്പനെന്ന് മനസ്സിലാക്കണം. പക്ഷേ എന്നും ഇവിടെ വന്ന് പൂജിച്ചിട്ടും നമസ്കരിച്ചിട്ടും നാമം ജപിച്ചിട്ടൊന്നും എനിക്ക് തത്വത്തെ വേണ്ട അത്ര മനസ്സിലായില്ല. അതാണ് ഞാൻ എന്ത് പറഞ്ഞു നടന്നത്? മനസ്സിലായില്ല, മനസ്സിലായില്ല എന്ന്. ഓ, പിന്നെ ഇപ്പം എങ്ങനെയാ അങ്ങ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ? അങ്ങേക്കിപ്പോൾ മനസ്സിലായോ? നല്ല മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ സാധനമൊന്നും ഒരു കാലത്തും മനസ്സിലാവില്ല എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അല്ലേ.
അപ്പം മനസ്സിലാവില്ല എന്നുള്ള മനസ്സിലാവലാണ് ഏറ്റവും വലിയ മനസ്സിലാവൽ. അപ്പോഴാണ് ഗുരുവായൂരപ്പൻ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുള്ളൂ. അപ്പോൾ അറിയില്ല എന്നറിയുന്നിടത്താണ് അറിവിൻ്റെ തുടക്കം. രണ്ടാമത്തെ ശ്ലോകം, ജ്ഞാനിനസ്ത്വഹമേവേഷോ സ്വാർത്ഥോ ഹേതുശ്ച സമ്മത സ്വർഗശ്ചൈവാപവർഗശ്ച നാന്യാർത്ഥോ മധൃതേ പ്രിയ. വളരെ മനോഹരമായിട്ട് ഭഗവാൻ പറഞ്ഞു വയ്ക്കണു. ജ്ഞാനിനസ്ത്വഹമേവേഷു സ്വാർത്ഥോ ഹേതുശ്ച സമ്മത. സ്വാർത്ഥം ഒഴിവാകണം എന്ന. പക്ഷെ എനിക്ക് തോന്നും തിരിച്ചാണ്, സ്വാർത്ഥം വേണം എന്നാ ഞാൻ പറയാം. എന്താന്ന് പറഞ്ഞാൽ സ്വന്തം അർത്ഥമാണ് സ്വാർത്ഥം. ആ സ്വാർത്ഥത്തെ അറിയൂ, സ്വന്തം അർത്ഥത്തെ അറിയൂ, സ്വന്തം ജന്മത്തെ അറിയൂ, സ്വന്തം കർമ്മത്തെ അറിയൂ, സ്വന്തം ധർമ്മത്തെ അറിയൂ. അപ്പോൾ ആ സ്വാർത്ഥത്തെ അറിഞ്ഞ് സ്വാർത്ഥത്തെ വെടിയുക. ഭഗവാൻ പറയണു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ വിഭൂതി വിസ്തരോഗം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ, സൂചിപ്പിച്ചില്ലേ, ഭക്തന്മാരിൽ വെച്ച് അല്ലയോ ഉദ്ധവരെ, അങ്ങ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. എന്താ കാരണം? തുല്യനിന്ദ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിൽ സമശീതോഷ്ണ സുഖദുഃഖേഷു. മറ്റൊന്നിലും സംഘമില്ലാത്ത എൻ്റെ ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സ്വർഗശ്ചൈവ അപവർഗശ്ച നാന്യാർത്ഥോ. സ്വർഗങ്ങളോ അപവർഗങ്ങളോ എന്തിനെ മോക്ഷം പോലും കാക്ഷിക്കാത്ത ഭക്തൻ. നാകപൃഷ്ടം നച സാർവഭൗമം ന മഹേന്ദ്രദിഷ്ണ്യം നരസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ വാഞ്ചന്തിയൽ പാദരജ പ്രപന്ന. എനിക്ക് മറ്റൊന്നും വേണ്ട. നാകപൃഷ്ടം നച സാർവഭൗമം നരസാധിപത്യം ന മഹേന്ദ്രദിഷ്ണ്യം ന യോഗസിദ്ധി അപുനർഭവം വാ. അപുനർഭവം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കാതിരിക്കുക, മോക്ഷം. എനിക്ക് മോക്ഷം പോലും വേണ്ട. പാദരജ പ്രപന്ന. അവിടുത്തെ പാദങ്ങളെ എപ്പോഴും സ്മരിക്കുക. അതിൽ കവിഞ്ഞൊന്നും എനിക്ക് ആവശ്യമില്ല. ന ഭോഗ്യവസ്തൂന്യപി ന നാഗപൃഷ്ടം ന സിദ്ധിലാഭ പരമീശകാംക്ഷേ പ്രസന്നമന്ദസ്മിത സുന്ദരം തേ മുഖാംബുജം. അവിടുത്തെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കണ മുഖാംബുജം ദർശയ സന്തതം മേ. വേറെ ഒന്നും അടിയാൻ ആവശ്യമില്ല. പ്രസന്നമന്ദസ്മിത സുന്ദരം തേ. പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ടുള്ള അവിടുത്തെ തിരുമുഖണ്ടല്ലോ, അതല്ലാണ്ട് വേറൊന്നും അടിയനെ കാണണ്ട. എന്താ? ഹാസം ഹരേരവനതാകില ലോകതീവ്രശോകാശ്രുസാഗര വിശോഷണം അത്യുദാരം. ഈ ഗുരുവായൂരപ്പൻ്റെ പുഞ്ചിരിയിലേക്ക്, മുഖത്തേക്ക് ഒന്നങ്ങോട്ട് നോക്കിയാൽ അതിലെതിഞ്ഞ് തീരാത്ത എന്താണത്? ശോകാശ്രുസാഗര വിശോഷണം. കണ്ണീർ കടലിനെ വരെ നിമിഷം നേരം കൊണ്ട് വറ്റിച്ച് കളയാനുള്ള കാരുണ്യം. കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം. ആ പുഞ്ചിരിച്ചു കൊണ്ടുള്ള അവിടുത്തെ കാരുണ്യമുള്ള മിഴിത് മാത്രമേ അടിയാൻ ആവശ്യമുള്ളൂ. വേറെ ഒന്നും വേണ്ട. ശ്രീകൃഷ്ണദേവദേവേശ ശ്രീഹരേ പരമാത്മനെ ത്വദംഘ്രികമലേ നിത്യം ദേഹിമേ ഭക്തിമുത്തമാം. അവിടുത്തെ പാദങ്ങളിൽ അനവധിയായ രതി തന്നുകൊണ്ട്, ഭക്തി തന്നുകൊണ്ട് അനുഗ്രഹിക്കൂ. വേറൊന്നും എനിക്ക് ആവശ്യമില്ല. അതാണ് യഥാർത്ഥ ഭക്തൻ്റെ സ്വഭാവം എന്ന. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ. വിട്ടു പിരിയാതെ എന്നും നിൻ തൃപ്പാദം കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ. വിട്ടു പിരിയാതെ എന്നും നിൻ തൃപ്പാദം കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ മതി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ കൃഷ്ണ ഹരേ. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി അതുമാത്രം തന്നാൽ മതി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയല്ലാതൊന്നും വേണ്ടേ വേണ്ട. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇതാണ് ഭക്തൻ്റെ പ്രാർത്ഥന. വേറൊന്നും ആവശ്യമില്ല, മറ്റൊന്നും വേണ്ട. ഈ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ ഭക്തി ഉണ്ടായാൽ മതി. എന്താ ഭക്തി ഉണ്ടായാലുള്ള ഗുണം? അല്ലെങ്കിൽ ഭക്തി എങ്ങനെയാണ് ഉണ്ടാവുക? കർമ്മങ്ങൾ കൊണ്ടാണ് ഭക്തി ഉണ്ടാവുക. അതിനൊരു ക്രമമുണ്ട് അല്ലേ? സകല കർമ്മങ്ങളും ഈശ്വരാർപ്പണമായിട്ട് മാറുമ്പോൾ അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? കർമ്മ യോഗം. എന്താ യോഗം എന്ന് പറഞ്ഞാൽ? യുജ് എന്ന ധാതുവെന്നാണ് ഈ വാക്കുണ്ടാവുന്നത്. യുജ് എന്ന് പറഞ്ഞാൽ യോജിക്കുക എന്നാ. അപ്പം കർമ്മം എപ്പോഴാണ് കർമ്മയോഗമാവുക? കർമ്മം ഭഗവാനോട് യോജിക്കുമ്പോൾ കർമ്മയോഗം. എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായിട്ട് മാറുക. അതേപോലെ പ്രമാണം തത്ര ഗോപിക ഹരിർഹി സാധ്യതേ ഭക്തിയാ. ഈ ഗോപികമാരുടെ ഭക്തിയെക്കുറിച്ച് പറയില്ലേ? അവർ സംസ്കൃതവും പഠിച്ചിട്ടില്ല, വേദവും പഠിച്ചിട്ടില്ല, യാഗവും ചെയ്തിട്ടില്ല. തേനാധീത ശ്രുതിഗണ നോപാസിത മഹത്തമാ ഔവ്രതാ തപ്തതപസ സത്സംഗാൻമാമുപാഗത. ഔവ്രത തപ്തത, ഒരു വ്രതമൊന്നും അനുഷ്ഠിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഏകാദശിയൊക്കെ അനുഷ്ഠിക്കും, ചുരുങ്ങിയത് അല്ലേ? അവർക്ക് അതും ഉണ്ടായിട്ടില്ല. അത്രേ. തേ നാധീത ശ്രുതിഗണ, തേ ശ്രുതിഗണ നാധീത. വേദങ്ങളൊന്നും അവർ കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും അവർ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തകളായിട്ട് മാറി. പ്രമാണം തത്ര ഗോപിക ഹരിർഹി സാധ്യതേ. ഗുരുവായൂരപ്പനെ തന്നെ അവർ ഉള്ളിലാക്കി വെച്ചു. എന്താ? എന്ത് ചെയ്താലും അതൊക്കെ കൃഷ്ണാർപ്പണം. എന്ത് ചെയ്താലും. പ്രത്യൂഷശീലുദ്ധിതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ച് നൽകട്ടത്തയിർ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ പെൺകീടാങ്ങൾ പാടിയിടുന്നു രാമ കൃഷ്ണ വാസുദേവ എന്നിപ്രകാരം. രാമ കൃഷ്ണ വാസുദേവ ഗോവിന്ദ ദാമോദര മാധവേതി. നോക്കൂ, അതായിരുന്നു അവരുടെ ഭക്തി. എന്ത് ചെയ്യുമ്പോഴും ആ കർമ്മം എവിടേക്കെത്തും? ഭക്തിയിലേക്ക് എടുത്തതും. അടുത്ത പടി എന്താണെന്നറിയോ? ഭക്ത്യാ ജ്ഞാനം പ്രജായത്തെ. ആ ഭക്തി ഉറച്ചാൽ പിന്നെ ജ്ഞാനം സ്വയമേവ വരുന്ന. ഏതുപോലെ? ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് ഒരു വിളക്ക് കൊളുത്തി അങ്ങോട്ട് കയറിയാൽ മതി. പിന്നെ നമ്മൾ പ്രത്യേകം പറയൊന്നും വേണ്ട. എന്ത്? ഇരുട്ടെ, ഞാൻ വിളക്കുമായിട്ടാണ് വരണത്, നീയൊന്ന് മാറിപ്പോണം, ഒന്നും പറയണ്ട. ഈ വിളക്കിൻ്റെ ദീപം ജ്വലിച്ചു തുടങ്ങിയാൽ ഇരുട്ട് സ്വയമേവ ഒഴിയണത് പോലെ ജ്ഞാനപ്രകാശം മനസ്സിലങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്തിപ്രകാശം നിറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം തേടി എത്തുക. ഈ ഭക്തിയാ ജ്ഞാനം പ്രജായത്തെ. ജ്ഞാനം ഉറച്ചാലോ ജ്ഞാനാൽ സംജായത്തെ മുക്തി. ആ ജ്ഞാനത്തിലൂടെ മോക്ഷപദത്തിലേക്കെത്താം. ഇപ്പം ചോദിച്ചു, ഇപ്പം മനസ്സിലായി. എന്ത്? കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗം. ഈ ഭക്തിയോഗം എന്താ? ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ. 20ാമത്തെ ശ്ലോകം. ശ്രദ്ധാമൃതകഥായാമി
ശശ്വന്മദനു കീർത്തനം പരിനിഷ്ഠാച പൂജായാം സ്തുതുഭിസ്തവനം മമ. എങ്ങനെ ഭക്തി ഉണ്ടാവുകയെന്നാണെങ്കിൽ ശ്രദ്ധാമൃത കഥായാമേ, ശ്രദ്ധയോടുകൂടി എൻ്റെ കഥകളൊക്കെ കേൾക്കൂ. വളരെ ശ്രദ്ധിക്കണേ. എന്താ ഇപ്പോൾ ഗുരുവായൂരപ്പൻ പറയണത്? ശ്രദ്ധയോടുകൂടി കഥകൾ കേൾക്കൂ. നമ്മൾ ഭാഗവത സപ്തത്തിലിരുന്ന് കേൾക്കുകയാണ്. എങ്ങനെയാ? ശ്രദ്ധയോടുകൂടി കേൾക്കൂ. എന്താ ശ്രദ്ധ? ഇനി വരാൻ പോണു. എന്താ ശ്രദ്ധ? ഇപ്പം ഇരിക്കണ പോലെ എങ്ങനെ ഇരിക്കണതല്ല ശ്രദ്ധ. വിശ്വാസത്തോടു കൂടി കേൾക്കുക. അതാ അത്രയും ശ്രദ്ധ അല്ലേ? ഇപ്പം നമ്മുടെ ധാരണയിൽ ഇപ്പോൾ കുട്ടികളോടൊക്കെ അധ്യാപകർ ക്ലാസ് പറയും ശ്രദ്ധിച്ചിരിക്കൂ. അപ്പോൾ എന്താ അവർ ചെയ്യുക? കയ്യും കാലമൊക്കെ അടക്കിയിരിക്കും. അതല്ല ശ്രദ്ധ എന്നാ. പിന്നെയോ വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി കേൾക്കൂ. ശ്രദ്ധാമൃത കഥായാമേ, ഈ കഥകളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ശശ്വന്മദനു കീർത്തനം, അതേ ഓർഡറാണ് അല്ലേ? പ്രഹ്ലാദകുമാരൻ പറഞ്ഞ അതേ ക്രമ. ശ്രവണം, കീർത്തനം. അങ്ങനെ കഥകൾ അങ്ങനെ കേൾക്കുമ്പോഴോ കീർത്തിക്കാൻ തോന്നുകയായി എന്നാ. ഭഗവാന്റെ നാമങ്ങൾ, കീർത്തനങ്ങൾ അങ്ങനെ കേൾക്കണു, അതങ്ങനെ പാടണു. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢി രസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വര. എത്ര ഭംഗിയായിട്ടാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു വെച്ചത്. 2 വാക്കുകൾക്കാ പ്രത്യേകത. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധ പദവീം. എൻ്റെ കഥകളാകുന്ന ഈ പൊയ്കയിൽ ഒന്നങ്ങോട്ട് മുങ്ങിക്കോളൂ. മുങ്ങി നികരുമ്പോൾ സ്വയം സിദ്ധ്യന്തി ലഭിക്കുന്നു. വിമലപ്രബോധ പദവീം. അടുത്ത വാക്ക് വളരെ പ്രത്യേകത ഉണ്ടേ. അക്ലേശത, ഒരു ക്ലേശമില്ല എന്നാ. ഇപ്പം ധ്യാനയോഗം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തില്ലേ? സാംഖ്യയോഗമൊക്കെ ചർച്ച ചെയ്തില്ലേ? എത്ര പ്രയാസമുണ്ട്. ഇപ്പം നേരത്തെ ആചാര്യൻ പറയണ്ടായി ധ്യാനിക്കാതിരിക്കണതിനെ കുറിച്ചിട്ട് ഇല്ലേ? അല്പസമയം ചമ്മണം പടിഞ്ഞിരിക്കാൻ നമുക്ക് വയ്യ. അങ്ങനത്തെ ആളെങ്ങനെയാണ് ധ്യാനിക്കുക? അപ്പം ധ്യാനയോഗം പ്രയാസമാണ്, മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ പ്രയാസമാണ്, സാംഖ്യയോഗം പ്രയാസമാണ്. എന്നാൽ ഭക്തിയോഗത്തിന് ഒരു പ്രയാസവും ഇല്ല. അക്ലേശത, ഒരു ക്ലേശവും ഇല്ല. പിന്നെയോ അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരി ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദപ്രേമ പ്രൗഢി രസാർദ്രത. ഇതൊക്കെ എങ്ങനെയാ? ദ്രുതതരം, പെട്ടെന്ന്. കാത്തിരിക്കൊന്നും വേണ്ടേ? ഭഗവത് കഥകൾ അങ്ങോട്ട് കേട്ടാൽ ഏത് നിമിഷത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിയെത്തുക എന്ന് പറയാൻ കഴിയില്ല എന്ന. അപ്പം അതാണ് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത. ശ്രദ്ധാമൃത കഥായാമേ ശശ്വന്മദനു കീർത്തനം പരിനിഷ്ഠാച പൂജായാം സ്തുതിഭിസ്തവനം മമ. അങ്ങനെ സ്തോത്രങ്ങളെ കൊണ്ട്, കീർത്തനങ്ങളെ കൊണ്ടൊക്കെ എന്നെ സ്തുതിച്ചോളൂ. പോരാ, ഒന്നുകൂടി ഉണ്ട് അതിലെളുപ്പം. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നട്ടുച്ചയ്ക്ക് സൂര്യന് നല്ല ചൂടുണ്ട്. ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് നടക്കാൻ നല്ല പ്രയാസമാണ് അല്ലേ? ഇനി നമ്മൾ വെറുതെ സങ്കല്പിക്കുക, നമ്മളിപ്പോൾ നടക്കണ ഏതിലൂടെയാണെന്നറിയോ? ഒരു പുഴയുടെ മണൽത്തിട്ടയിലൂടെയാണ് നടക്കണമെന്ന് വിചാരിച്ചോളൂ. ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് മണൽ എന്തായിട്ടുണ്ട്? നന്നായിട്ട് ചുട്ടുപഴുത്തിട്ടുണ്ട്. സൂര്യൻ്റെ ചൂട് സഹിക്കണേക്കാൾ പ്രയാസം ഇപ്പം നമുക്കെന്താ? ഈ ചുട്ടുപഴുത്ത മണലിലൂടെയുള്ള നടത്താണ്. ഇപ്പം നമ്മൾ പറയും സൂര്യൻ്റെ ചൂട് സഹിക്കാം, എന്താ തലയിൽ ഒന്നിങ്ങനെ കൈവച്ചാൽ മതി. ഇതിപ്പോൾ എന്താ ചെയ്യുക? ചെരുപ്പൂല കാലിൽ അല്ലേ? ഇതുപോലെയാണ് ഈ ഭഗവാനെ ലഭിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? സൂര്യനേക്കാൾ ചൂട് ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? മണലുന്ന. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ മതി. ഇതൊക്കെ സൂത്രപ്പണിയാണ് കേട്ടോ, കുറുക്ക് വഴിയാണ് ഭാഗവതം പഠിപ്പിച്ചു തരണത്. ഗജേന്ദ്രൻ്റെ കഥയിൽ നോക്കൂ. ഗജേന്ദ്രൻ അനവധി കാലം തപസ് ചെയ്തു അല്ലേ? ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. ആര്? ഗജേന്ദ്രൻ. എന്നാൽ ഗജേന്ദ്രൻ്റെ കാലിൽ പിടിച്ച മുതലയോ? അദ്ദേഹം വലിയ ജപിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്തു ചെയ്തു? പരമഭക്തനായ ഗജേന്ദ്രൻ്റെ കാല് പോയിട്ട്
പിടിച്ചു. ആർക്കാ ആദ്യം മോക്ഷം കിട്ടിയത്? ഗജേന്ദ്രനാണോ അതോ മുതലയ്ക്കാണോ? ആദ്യത്തെ മോക്ഷം മുതലയ്ക്ക. എന്നിട്ടാണ് ഗജേന്ദ്രനെ അസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണത്വം നക്രവര്യം വ്യധാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തീ തുൽസാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മാ. അപ്പം ഭക്തൻ്റെ കാലു പിടിച്ച മുതലയ്ക്കാണ് ആദ്യം മോക്ഷം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ പൂജിച്ച് പ്രസാദിപ്പിക്കണേക്കാൾ എളുപ്പമാണത്ര എന്ത്? ഭഗവാൻ പറയണു 21ാമത്തെ ശ്ലോകത്തിൽ മൽ ഭക്തപൂജാഭ്യധിക. എന്നെ പൂജിക്കണേക്കാളും എനിക്ക് എന്താ സന്തോഷം എന്നറിയോ? എൻ്റെ ഭക്തന്മാരെ നിങ്ങൾ ശുശ്രൂഷിക്കൂ, അവരോട് സൗഹൃദത്തോടെ പെരുമാറൂ, അവർക്ക് സേവനം ചെയ്യൂ. എൻ്റെ ഭക്തന്മാർ സന്തോഷിച്ചാൽ മൽ ഭക്തപൂജാഭ്യധിക. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ ഇതിനു മുമ്പേ പ്രഭാഷണത്തിൽ ചൊല്ലി വൃത്രാസുരൻ്റെ ഒരു ശ്ലോകം അല്ലേ, എനിക്ക് അവിടുത്തെ ഭക്തനാവണമെന്ന് പോലും ആഗ്രഹമില്ല. പിന്നെയോ അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിദാസ്മി ഭൂയ. അവിടുത്തെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തൻ്റെ ദാസൻ്റെ ദാസനാവാൻ അനുഗ്രഹിക്കൂ. മജ്ജന്മന ഫലമിതം മധുകൈടഭാരേ മൽ പ്രാർത്ഥനീയമദനുഗ്രഹയേഷയേവ തുൽഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മരലോകനാഥ. മുകുന്ദമാലയിലൊരു ശ്ലോക. എന്താ പ്രാർത്ഥന? തൊൽ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ. പറ്റുകിന് എണ്ണിക്കോളൂ എത്ര ഭൃത്യൻ്റെ പേര് പറഞ്ഞു എന്ന്. തൊൽ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. അവിടുത്തെ ഭക്തൻ്റെ 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 ഭക്തനാവാൻ അനുഗ്രഹിക്കൂ. ഇത്രയും വേണ്ടൂന്ന. ഏതുപോലെ സൂര്യനേക്കാൾ ചൂട് എവിടുന്ന് കിട്ടി? സൂര്യൻ്റെ ചൂട് കൊണ്ടിട്ടാണ് മണൽ പഴുത്തത്. മണലിന് സ്വതവേ ചൂടൊന്നുമില്ല. അപ്പോൾ സൂര്യൻ്റെ ചൂടിൽ നിന്ന് ചുട്ടുപഴുത്ത മണൽ നമ്മളെ കൂടുതൽ തവിപ്പിക്കുന്ന പോലെ ഭഗവാനെ ആശ്രയിച്ച ഭക്തനെ ആശ്രയിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പം അതൊക്കെ ഇതിൻ്റെ ആമുഖമാണ്. തുടർന്ന് 28 മുതൽ 32 കൂടിയുള്ള ശ്ലോകം. പുസ്തകമുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 28 മുതൽ 32 കൂടിയുള്ള ശ്ലോകങ്ങളിൽ ഉദ്ധവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 35 ചോദ്യങ്ങൾ. റാപ്പിഡ് ഫയർ എന്നൊക്കെ പറയും. എന്താ അത് പറഞ്ഞാൽ? തുടർച്ചയായിട്ട് ടേ എന്നങ്ങോട്ട് വെടിവെക്കുക, പൊട്ടിക്കുക അല്ലേ, ഒരു ഒഴിവുമില്ല. തുടർച്ചയായിട്ട് ഒരു 35 ചോദ്യം ഒറ്റ ശ്വാസത്തിൽ ഉദ്ധവർ അങ്ങോട്ട് ചോദിച്ചു. അതിനുത്തരം ഭഗവാൻ പറയുന്നു. ആദ്യത്തെ ചോദ്യം, യമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 35 ചോദ്യത്തിൽ ഒരു ചോദ്യം തന്നെ പറഞ്ഞു തീർക്കണമെങ്കിൽ അറിയാലോ, എല്ലാ ആചാര്യന്മാരും ഇവിടെ പറയുണ്ടാവും. ഞാനായിട്ട് ആവർത്തിക്കുന്നില്ല, സമയം പോരാ അല്ലേ. എന്നാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, യമം എന്നാൽ എന്ത്? 28ാമത്തെ ശ്ലോകം നോക്കൂ. യമക്കതിവിധ പ്രോക്തോ നിയമോ വാരികർശന കശ്യമ കോദമ കൃഷ്ണ കാതിദീക്ഷ ധൃതി പ്രഭോ. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അല്ല, ആദ്യത്തെ ചോദ്യം എന്താണ് യമം? പറഞ്ഞു 12 എണ്ണാണ് യമങ്ങൾ. അഹിംസാ സത്യമസ്തേയം അസംഗം ഹ്രീ അസഞ്ചയം ആസ്തിക്യം ബ്രഹ്മചര്യം മൗനം സ്ഥൈര്യം ക്ഷമ അഭയം. ഇതാണ് യമം. ഈ 12 എണ്ണത്തിനെയാണ് യമം എന്ന് പറയുക. ആദ്യം പറഞ്ഞു അഹിംസ. എന്താ അഹിംസ? നമ്മൾ മനസ്സിലാക്കിയത് ആരും ഉപദ്രവിക്കാണ്ടിരിക്കുക, അതാണ് അഹിംസ. ഹിംസ പരമോധർമ്മ. ഹിംസിക്കൽ 3 വിധമുണ്ടെന്ന നമ്മൾ മനസ്സിലാക്കിയ അഹിംസ എന്താണെന്നറിയോ? ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കൽ പോരാ. പ്രവൃത്തികളൊക്കെ 3 മനസ്സുകൊണ്ട് പ്രവൃത്തി ചെയ്യാം, വാക്കുകൊണ്ട് പ്രവൃത്തി ചെയ്യാം, ശരീരം കൊണ്ടും പ്രവൃത്തി ചെയ്യാം.
അപ്പം മനസ്സുകൊണ്ട് പോലും ഒരാളെ ദ്രോഹിക്കാതിരിക്കലാണ് അഹിംസയുടെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്ര കണ്ട ഹിംസ ശീലിച്ചിട്ടുണ്ട് അല്ലേ? വാക്കുകൊണ്ട് പോലും മറ്റൊരാളെ അസ്വസ്ഥരാക്കരുത്. വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ഒന്നും. അതാണ് യഥാർത്ഥത്തിലുള്ള അഹിംസ. മനസ്സുകൊണ്ട് ചെയ്താലും മതി. എന്നാ യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിയോട് പറഞ്ഞില്ലേ, മനഃകൃത കൃതം രാമ നൈവ ശരീരകൃതം കൃതം. രാമ, മനസ്സുകൊണ്ട് ചെയ്യണതും കർമ്മാണ്, ശരീരം കൊണ്ട് ചെയ്യണത് മാത്രമല്ല. മനസ്സുകൊണ്ട് സൽക്കർമ്മങ്ങളും ചെയ്യാം, ദുഷ്കർമ്മങ്ങളും ചെയ്യാം. വീട്ടിലിരിക്കുകയാണ് രാവിലെ, വേറെ പണിയൊന്നുമില്ല, കണ്ണങ്ങോട്ട് അടയ്ക്കുക, എന്നിട്ട് ആലോചിക്കുക എപ്പോൾ എവിടെ നിൽക്കണോ, ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിൽക്കണോ, അതാ ഭഗവാന്റെ ശിവേലി തടമ്പ് പുറത്തേക്ക് കൊണ്ടുവരണോ. നല്ലൊരു ആന ഗംഭീരമായിട്ട് നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതാ മേശാന്തി അതുമായിട്ടാണ് കയറി കഴിഞ്ഞു. എല്ലാവരും കൂടി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു 3 പ്രാവശ്യം ആ ശിവേലിയിൽ അങ്ങോട്ട് പങ്കെടുക്കാം. എവിടെ ഇരുന്നിട്ട്? വീട്ടിലിരുന്നിട്ട്. മനഃകൃത കൃതം രാമ. വല്ല ചിലവുണ്ടോ? ഗുരുവായൂർക്ക് വരേണ്ട വണ്ടി കൂലി പോലും ചിലവില്ല, അവിടെ ഇരുന്ന് ചെയ്തോളൂ. ഇതുപോലെയാണ് അഹിംസ. മനസ്സുകൊണ്ട് പോലും ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. പിന്നെ സത്യം. എന്താ സത്യം എന്ന് പറഞ്ഞാൽ? ഉള്ളതുപോലെ പറയൽ മാത്രമല്ല സത്യം, 2 വകഭേദങ്ങൾ കൂടി അതിലുണ്ട്. ഒന്ന് ഹിതം, മറ്റൊന്ന് പ്രിയം. സത്യത്തിന് അങ്ങനെ 2 വകുപ്പ് കൂടിയുണ്ട്. ഹിതമായത് പറയാം, പ്രിയമായത് പറയാം അല്ലേ? സത്യം ബ്രൂയാത്, പ്രിയം ബ്രൂയാത്, ന ബ്രൂയാത് സത്യം അപ്രിയം. അപ്പം യഥാർത്ഥത്തിലുള്ളതാകണം, അത് പ്രിയമുള്ളതാകണം, അത് ഹിതമുള്ളതുമാകണം. അതിനെയാണ് സത്യവാക്കെന്ന് പറയുക. ഇപ്പം കാലുകൊണ്ട് നടക്കാൻ പ്രയാസമുള്ളൊരു, നമ്മളെന്താ പറയുക, മുടന്തെന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനും അറിയാം എനിക്ക് കാലുകൊണ്ട് നടക്കാൻ വയ്യ, കാരണം നമുക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് ആ പേര് ചൊല്ലി അദ്ദേഹത്തെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കണ്ണ് കാണാൻ വയ്യാത്ത മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വിളിച്ചതിൽ തെറ്റുണ്ടോ? ഇല്ല. എന്താ? സത്യാവസ്ഥയാണ്. അപ്പം ഞാൻ പറയാം, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ആണ്. പക്ഷെ അത് എങ്ങനെയുള്ള സത്യ? അത് അപ്രിയ സത്യം. അത് അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറയേണ്ടത് അല്ല. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുമോ? ഇല്ല, വിഷമം ഉണ്ടാവുക. അപ്പം ഹിതമായും പ്രിയമായും യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയണ വാക്കിനെയാണ് സത്യം എന്ന് പറയുക. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. സത്യസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ എത്രയിടങ്ങളിൽ ഹിതമായും പ്രിയമായും യഥാർത്ഥ ബുദ്ധിയോടുകൂടിയും ഭഗവാൻ സത്യത്തെ അവതരിപ്പിച്ചു. കഥകൾ അനവധി ഉണ്ടാവും പുരാണങ്ങളിൽ, അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക സൗകര്യം പോലെ. അടുത്തത് മൗനം. എന്താ മൗനം എന്ന് പറഞ്ഞാൽ? മുനിനോ മൗനശീലശ്ച എന്ന് പറയും. മിണ്ടാണ്ടിരിക്കൽ മാത്രല്ല മൗനം, വാക് നിയമം എന്നാണ് മൗനത്തിന് പറയണത്. വേണ്ടിടത്ത് സംസാരിക്കുക, അതാണ് മൗനം. വേണ്ടത് സംസാരിക്കുക, വേണ്ടത്ര സംസാരിക്കുക, വേണ്ടിടത്ത് സംസാരിക്കുക. അല്ലാത്ത സംസാരങ്ങളോ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നു, വീട്ടിലെത്തി. ഇന്നത്തെ രീതി അനുസരിച്ച് ഇനി വൈകുന്നേരമാണ് റിസപ്ഷൻ, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ഒരു 2 മണിക്കൂർ സമയമുണ്ട്. വീട്ടുകാർ പറഞ്ഞു 2 പേരും ഫ്രഷ് ആയിട്ടൊക്കെ വന്നോളൂ, ഇനി വൈകുന്നേരം റിസപ്ഷന് പോവാം. ഓ, അങ്ങനെ 2 പേരും ഫ്രഷായി വീടിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കണു. അപ്പോഴാണ് ഈ വരൻ ആലോചിച്ചത്, എന്താ ഇപ്പോൾ തൻ്റെ വധുവിനോട് എന്തെങ്കിലും ഒരു 2 വർത്തമാനമൊക്കെ പറയണ്ടേ, എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറയുക? അപ്പോഴാണ് ഭാഗ്യത്തിന് ആകാശത്ത് കൂടെ കുറേ പക്ഷികൾ പെട്ടെന്ന് അങ്ങോട്ട് പാറിപ്പോയി. ഇദ്ദേഹത്തിന് ഇത് നല്ലൊരു അവസരമായി. അദ്ദേഹം നോക്കി, വധുവിനെ വിളിച്ചു, നോക്കൂ എന്ത് ഭംഗിയല്ലേ കാണാൻ. ആ 12 പക്ഷികൾ എത്ര ഭംഗിയിലാണ് പാറിപ്പോയത്. ഉടൻ ഭാര്യ, 12 അല്ല 10 പക്ഷികളാണ് പാറിയത്. ഉടൻ ഭർത്താവ്, അല്ലല്ല ഞാൻ എണ്ണി 6 ആദ്യത്തെ വരി, 6 രണ്ടാമത്തെ വരി, 12 പക്ഷികളാണ്. ഭാര്യ,
എനിക്കും അത്യാവശ്യം എണ്ണാനൊക്കെ അറിയാം. ആദ്യത്തേൽ 5, രണ്ടാമത്തേൽ 5, 10. എന്തിനധികം? ഒരാൾ 12, ഒരാൾ 10. 10, 12, 10, 12. വലിയ താമസത്തിൻ്റെ റിസർച്ചിന് പോകേണ്ടി വന്നില്ല എന്നാ. ബാക്കി ഇല്ലേ ശേഷം ചിന്ത്യം. അവിടെ മൗനമായിട്ട് ഒരാളെങ്കിലും മൗനമായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ, ഇത് രണ്ടുപേരും വിട്ടുകൊടുത്ത്, അതാണ് വാക്മൗനം. വേണ്ടിടത്ത് മാത്രം വേണ്ടത് മാത്രം വേണ്ടതുപോലെ സംസാരിക്കൂ. ഇതൊക്കെ യമത്തിൽപ്പെട്ടതാ. അടുത്തതുടൻ ചോദിക്കണു നിയമം. എന്താണ് നിയമം? അവിടെയും 12 പറഞ്ഞു. ശൗചം, ജപം, തപം, ഹോമം, ശ്രദ്ധ, ആതിഥ്യം, ഈശ്വരപൂജ, തീർത്ഥാടനം, പരോപകാരം, തുഷ്ടി, ആചാര്യസേവനം. 12. അതിൽ ആദ്യത്തേത് ശൗചം. എന്തായി ശൗചം എന്ന് പറഞ്ഞാൽ? ശുദ്ധി. ശുദ്ധി 2 തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യമായ ശുദ്ധിയും ഒന്ന് ആന്തരികമായ ശുദ്ധിയും. ബാഹ്യശുദ്ധി ഇപ്പം നമുക്കറിയാം അല്ലേ? വിപണിയിൽ നല്ല നല്ല സോപ്പുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങി നന്നായിട്ട് തേച്ചൊരച്ചൊക്കെ അങ്ങോട്ട് കുളിച്ചാൽ ശരീരം ബാഹ്യശുദ്ധിയായി. മനസ്സോ? ആഭ്യന്തര ശുദ്ധി എങ്ങനെ ഉണ്ടാവുക? മനസ്സ് ശുദ്ധാവണ്ടേ? ഇവിടെ പറയണു അശുദ്ധം കാമസമ്പർക്കാത് ശുദ്ധം കാമവിവർജിതം. അശുദ്ധം കാമസമ്പർക്കാത്. മനസ്സിലെ കാമം വന്നാൽ, കാമം എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം. എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ വരുമ്പോൾ മനസ്സ് അശുദ്ധമാകണു. മനസ്സ് എപ്പോൾ ശുദ്ധമാകും? ശുദ്ധം കാമവിവർജിതം. കാമമില്ലാത്ത മനസ്സ് അലകളൊടുങ്ങിയ കടൽ പോലെ ശാന്തമാകുന്ന. അപ്പോൾ മനസ്സ് ശുദ്ധമായാലോ? ശുദ്ധേ മനസി ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. മനസ്സ് ശുദ്ധിയായാൽ ഭഗവാൻ സ്വയമേവ അവിടെ പ്രകാശിക്കും. ഇപ്പം ഈ മനസ്സ് ശുദ്ധിയാവാൻ എന്താ ചെയ്യാം? എളുപ്പ വഴിയുണ്ട്. ശരീരം ശുദ്ധിയാകാൻ കുളിക്കണത് പോലെ മനസ്സിനെ കുളിപ്പിക്കാനൊരു മരുന്നുണ്ട്. എന്താ അത്? ആഹാരാചരയേ ശുദ്ധ്യ മനഃശുദ്ധി പ്രജായത്തെ. ശുദ്ധമായ ആഹാരം കഴിക്കൂ, എന്നാൽ മനസ്സ് ശുദ്ധിയാവും. ശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണത് വായിലൂടെ കഴിക്കണത് അത് മാത്രമല്ല കേട്ടോ. ആഹാരം എന്ന് പറഞ്ഞാൽ ആഹരിക്കുക, ആഹരിക്കുക പറഞ്ഞാൽ സ്വീകരിക്കുക. സ്വീകരിക്കണതൊക്കെ ആഹാരം. കണ്ണിലൂടെ സ്വീകരിക്കണോ, കാതിലൂടെ സ്വീകരിക്കണോ, മൂക്കിലൂടെ സ്വീകരിക്കണോ, അതൊക്കെ ആഹാരമാണ്. കണ്ണിൻ്റെ ആഹാരമാണ് കാഴ്ച, മൂക്കിൻ്റെ ആഹാരമാണ് ഗന്ധം, ചെവിയുടെ ആഹാരമാണ് ശബ്ദം, ത്വക്കിൻ്റെ ആഹാരമാണ് സ്പർശം. അല്ലേ? ഇതൊക്കെ നന്നാവണം. യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ. എല്ലാം കാണണതും കേൾക്കണതും എല്ലാം ഈശ്വരാർപ്പണമായിട്ട് മാറുമ്പോൾ ശൗചം സ ബാഹ്യാഭ്യന്തരശുചി യസ്മരേത് പുണ്ടരീകാക്ഷം സ ബാഹ്യാഭ്യന്തരശുചി. ഈ ഗുരുവായൂരപ്പനെ ആരാണോ സ്മരിക്കണത് അകവും പുറവും ഒരുപോലെ ശുദ്ധിയാകണു. അത് ശൗചം. അടുത്തത് ജപം. എന്താ ജപം എന്ന് പറഞ്ഞാൽ? വാക്ക് തന്നെ അർത്ഥമുണ്ടേ. ജകാരോ ജന്മവിച്ഛേദ പകാരോ പാപനാശക. ജ എന്ന് പറഞ്ഞാൽ ജന്മങ്ങളില്ലാണ്ട് ആക്കണോ, പ എന്ന് പറഞ്ഞാൽ പാപങ്ങളില്ലാണ്ട് ആക്കണോ. അതിന് പറ്റണതാണ് ജപം. ഇപ്പം പാപങ്ങൾ അധികമാവുമ്പോഴാണ് പാപഫലം അനുഭവിക്കാൻ വീണ്ടും ജന്മം എടുക്കേണ്ടി വരണത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഈ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാ അല്ലേ? ജന്മമേടുപ്പതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമേടുപ്പതു കർമ്മമൂലം, ജന്മമെടുപ്പതിനെന്തേ മൂലം കൃഷ്ണ, ജന്മമെടുപ്പതു കർമ്മമൂലം. ഇപ്പം കർമ്മം കൊണ്ടാണ് ജന്മമെങ്കിൽ ആ പാപകർമ്മങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരൂ. അപ്പം ജന്മങ്ങളുടെ എണ്ണം കുറയും. അടുത്തത് ശമം. എന്തായി ശമം എന്ന് പറഞ്ഞാൽ? ഇവിടെ പറയണു ഭഗവാനിൽ ബുദ്ധി ഉറപ്പിക്കലാണ് ശമം. ബുദ്ധേ മന്നിഷ്ഠത.
ഇവിടെ ഭംഗിയിൽ ആചാര്യൻ പ്രാർത്ഥിച്ചു. മണ്ണാശ കൊണ്ടും മദനാശ കൊണ്ടും പൊന്നാശ കൊണ്ടും മുറുകുന്നു ലോകം, നിന്നാശ കണ്ടീലൊരുവർക്കുമയ്യോ കണ്ണാ ശമം നൽകുക മാനസേമേ. മണ്ണാശ കൊണ്ടും മദനാശ കൊണ്ടും പൊന്നാശ കൊണ്ടും മുറുകുന്നു ലോകം, നിന്നാശ കണ്ടീല ഒരുവർക്കുമയ്യോ കണ്ണാ ശമം നൽകുക മാനസേമേ. ആ ശമം എന്ന് പറയുന്നത് ഭഗവാനിൽ ബുദ്ധി ഉറപ്പിക്കുക. ഇപ്പം എത്ര ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്നറിയോ? 5 ചോദ്യങ്ങളിൽ 3 എണ്ണത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എത്ര എണ്ണം പറയണം? 32 എണ്ണം പറയണം. ഇനി ഉദ്ധവർ ചോദിച്ചത് വളരെ വേഗത്തിലാണ്, അതിലും വേഗത്തിൽ ഒരൊറ്റ അടിക്ക് ഇപ്പം അങ്ങോട്ട് പോകും. കാരണം അടുത്ത ആചാര്യന് കയറി വരാനുള്ള സമയമായിരുന്ന സൂചന കിട്ടി. അപ്പോൾ ഇനി വേഗം വേഗം പോകണം. അടുത്തത് ദമം. ഇതെന്താണ് ദമം? ദമം ഇന്ദ്രിയ സംഗമ, ഇന്ദ്രിയത്തെ ജയിക്കലാണ് ദമം. അടുത്തത് ചോദിച്ചു എന്താണ് തിദിക്ഷ? തിദിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയാണ് തിദിക്ഷ എന്ന. ക്ഷമിക്കാൻ കഴിയുക. സഹനം സർവദുഃഖാനാം അപ്രതികാരപൂർവകം ചിന്താ വിലാപരഹിതം സാ തിദിക്ഷ. തിദിക്ഷ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുക. ക്ഷമാ തുല്യം തപസ്സില്ല. അടുത്തത് ധൃതി. എന്താണ് ധൃതി? നമ്മൾ പറഞ്ഞ ധൃതി എന്താ? പൂവാൻ ധൃതി ഉണ്ട്, അതല്ല. ജിഹ്വയെയും ഉപസ്ഥയെയും ജയിക്കലാണ് ധൃതി. വേറെ ഒന്നും ജയിച്ചില്ലേ വേണ്ടില്ല, ഈ ജിഹ്വയെ ഒന്ന് ജയിച്ചാൽ മതി. ഈ പല്ലുകൾ 32 എണ്ണമാണല്ലോ ഉള്ളത് വായിലല്ലേ? മേലും ഉണ്ടാവും താഴത്തും ഉണ്ടാവും, 16 വീതം. ഈ പല്ലുകളൊക്കെ കൂടി രാവിലെ ആയാൽ നാവിനോട് പറയൂ, ഇത്രയും നാവേ നല്ലത് മാത്രമേ പറയാവൂ കേട്ടോ. വൈകുന്നേരം വരെ പറയും പല്ലുകൾ, നാവേ നല്ലത് മാത്രമേ പറയാവൂ കേട്ടോ. ഒരു ദിവസം നാവ് ചോദിച്ചു, എന്നാ നിങ്ങളെന്തിനാ എന്നോട് ഇങ്ങനെ പറയണത്? പല്ലുകൾ പറഞ്ഞത്രേ, നീ വേണ്ടാത്ത വല്ലതും പറഞ്ഞാൽ നിനക്കല്ല കുഴപ്പം. അപ്പം ജിഹ്വയെ ജയിക്കലാണ്. മറ്റിന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു കർത്തവ്യമുള്ളെങ്കിൽ നാവിന് 2 ചുമതലയുണ്ട്. ഒന്ന് വാക്കും പ്രയോഗിക്കണം, ആഹാരം കഴിക്കണം. ഇതിനെ 2നും ജയിക്കുക. നല്ല പാൽപ്പായസം കഴിക്കണം എന്നുണ്ട്, അപ്പോഴാണ് അടുത്തുള്ള ആൾ ഷുഗറാണ്, കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണുമ്പോൾ കഴിക്കണം എന്നുണ്ട്. ആ വിഷമം കണ്ടപ്പോൾ അടുത്ത ആൾ പറഞ്ഞു സാരില്ല കഴിച്ചോളൂ എന്നിട്ടോ. വീട്ടിൽ പോയിട്ട് 1 അരപ്പൊട്ട് ഗുളികയും കൂടി അധികം കഴിച്ചാൽ മതി. നോക്കണേ, ഇങ്ങനെ 1 അരപ്പൊട്ട് ഗുളികയും 1 ഗ്ലാസ് പായസമായിട്ട് എത്ര കാലമായി വണ്ടി ഓടുക? ഈ രസനയെ ജയിക്കാൻ പഠിച്ചോളൂ, അതാണ് ധൃതി. അടുത്തത് ദാനം. എന്താണ് ദാനം? ദണ്ഡന്യാസ പരം ദാനം. ലളിതമായി പറഞ്ഞാൽ ആരെയും ഉപദ്രവിക്കാതിരിക്കലാണ് ദാനം. അടുത്തത് തപസ്. എന്താണ്? കാമത്തെ ത്യജിക്കലാണ് തപസ്. അതുകൊണ്ടാണ് കാശിയിലേക്കൊക്കെ പോകുന്നത് ത്യാഗത്തിൻ്റെ പ്രതീക. അതുകൊണ്ടാണ് കർമാവയവങ്ങളായ കയ്യിൽ ദണ്ടും കമണ്ടലും തരും. എന്താ? ഇനി ഞാനൊരു പ്രവൃത്തിയും ചെയ്യണില്ല, ഞാൻ സന്യാസം സ്വീകരിച്ചു. ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അവിടെ ചെന്നാലും ഇഷ്ടപ്പെട്ടത് വിചാരിക്കാൻ പറയും. ഇഷ്ടപ്പെട്ട പഴം വിചാരിച്ചു പറയും, ഇനി അത് ഉപേക്ഷിക്കണം, ജീവിതത്തിൽ ഒരിക്കലും ആ പഴം കഴിക്കരുത്. ത്യാഗമാണ് സന്യാസം. അടുത്തത് ശൗര്യം. എന്താ ശൗര്യം? സ്വഭാവത്തെ വിജയിക്കലാണ്, ദുർവാസനകളെ വിജയിക്കലാണ് ശൗര്യം. എന്താണ് സത്യം? സത്യം തു സമദർശനം. എല്ലാവരെയും ഒരുപോലെ കാണുക. സമം സർവേഷു ജന്തുഷു പണ്ഡിതാഹ സമദർശിന. അതാണ് സത്യം. എന്താണ് ഋതം? നേരത്തെ പറഞ്ഞില്ലേ, പ്രിയമായതും യഥാർത്ഥമായതുമായ വാക്കിനെ ഉച്ചരിക്കലാണ് ഋതം എന്ന് പറയുന്നത്. പിന്നെ ധനം എന്താണ്? ധർമ്മമാണ് ധനം. യജ്ഞം എന്താണ്? ഭഗവാൻ തന്നെയാണ് യജ്ഞം. യജ്ഞം അല്ലേ? യജ്ഞോ യജ്ഞപതിർ യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യമന്നമന്നാഥ ഏവച. യജ്ഞസ്വരൂപം ഭഗവാൻ തന്നെയാണ്. ബലം എന്താണ്? പ്രാണായാമ പരം ബലം. പ്രാണായാമം, പ്രാണനെ നിയന്ത്രിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ബലം. എന്താണ് ലാഭം? ലാഭോ മൽഭക്തിരുത്തമ. ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ? എൻ്റെ ഭക്തി മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലാഭം. ആരാണ് ദരിദ്രൻ? ദരിദ്ര യത് അസന്തുഷ്ട. ഇവിടെ ശ്രദ്ധിക്കണേ, സുദാമാവിനെ കുറിച്ച് പറയുമ്പോൾ പറയും പരമദരിദ്രനായിരുന്നു എന്ന്. തെറ്റ്. അദ്ദേഹം ഏറ്റവും വലിയ ധനികനായിരുന്നു. എന്താ? അത്ര ഭക്തിയുള്ള വേറൊരാളില്ല. അപ്പം നോക്കൂ, ദരിദ്രനാരാ? യത് അസന്തുഷ്ട. സന്തോഷമില്ലാത്ത ആളെയാണ് ദരിദ്രൻ എന്ന് പറയുക. സുദാമാവിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം.
അടുത്തത് ശ്രീ എന്താണ്? നൈരപേക്ഷം തുടങ്ങിയ ഗുണങ്ങളാണ് ശ്രീ എന്ന് പറയണു. സുഖം എന്താണ്? സുഖദുഃഖങ്ങളെ ഒരുപോലെ സ്വീകരിക്കലാണ് സുഖം. അനുകൂലവേദനീയം സുഖം, പ്രതികൂലവേദനീയം ദുഃഖം എന്ന് പറയും. ഇവിടെ ഈ ദ്വന്ദ്വങ്ങളെ ഒരുപോലെ സേവിക്കലാണ്, സ്വീകരിക്കലാണ് സുഖം എന്ന് പറയുന്നത്. പിന്നീട് ഉൽപ്പഥം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെ വൃത്തികൾ, ചിത്തവിക്ഷേപത്തെ നിയന്ത്രിക്കലാണ് ഉത്പഥം. സ്വർഗം എന്താ? സത്വഗുണോദയം. സദ്ഗുണങ്ങൾ മനസ്സിലുണ്ടായാൽ അവിടം തന്നെയാണ് സ്വർഗം. ഇപ്പം സ്വർഗവും നരകമൊക്കെ എവിടെ തന്നെ? അവനവൻ്റെ ഉള്ളിൽ തന്നെ. ബന്ധുവാര്? ഒരു സിനിമാ പാട്ടുണ്ടായിരുന്നു, ബന്ധുവാര് ശത്രുവാര് അല്ലേ? ഇവിടെ ആരാ ബന്ധു എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഭഗവാൻ തന്നെയാണ് ബന്ധുന്ന. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ മാരുദേശ. ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് ബന്ധു. ഇനി ഈശ്വരൻ ആരാ? ഗുണങ്ങളിൽ ആസക്തിയില്ലാതെ എല്ലാ ഗുണങ്ങളോടും കൂടി വസിക്കുന്ന ആളെയാണ് ഈശ്വരൻ എന്ന് പറയുക. ഒറ്റ ശ്വാസത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമൊക്കെ ഓടി അങ്ങോട്ട് പോയി. തുടർന്ന് ഇതെല്ലാം ഉപദേശിച്ച ശേഷം അവസാനത്തെ ശ്ലോകം 19-ാം അധ്യായം 45-ാമത്തെ ശ്ലോകം. ഏത ഉദ്ധവതേ പ്രശ്നാ സർവേ സാധു നിരൂപിതാ കിം വർണ്ണിതേന ബഹുന ലക്ഷണം ഗുണദോഷയോ. പറയുന്നു, ഉദ്ധവരെ, അങ്ങയുടെ പ്രശ്നങ്ങളൊക്കെ സർവേ സാധു, നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് അല്ലേ? ഈ ചോദ്യം ചോദിക്കാൻ എന്ത് വേണം? ഒരറിവ് വേണം. അപ്പം അങ്ങയുടെ ചോദ്യങ്ങളൊക്കെ വളരെ നന്നായി. അതിനൊക്കെ ഏതാ? കിം വർണ്ണിതേന ബഹുന. അപ്പം ഞാൻ ഉത്തരം പറഞ്ഞില്ലേ, ഇനി ഞാൻ കൂടുതൽ വർണ്ണിക്കണോ? ആര് ചോദിക്കണോ? ഗുരുവായൂരപ്പൻ ചോദിക്കണു. ലക്ഷണം ഗുണദോഷയോ ഗുണദോഷദൃശിർദോഷോ ഗുണസ്തൂഭയവർജിത. അവിടെ പ്രധാനപ്പെട്ടതാണ്. ഗുണവും ദോഷവും ഭാവനാജന്യമാണ് അല്ലേ? ഗുണവും ദോഷവും നമ്മളിന്ന് ചിന്തിച്ചിട്ടാക്കണതാ. സുഖവും ദുഃഖവും പോലെ ഒരാൾക്ക് ഗുണമുള്ളത് മറ്റൊരാൾക്ക് ദോഷമാവണു. നാടൻ ഭാഷയിൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണെങ്കിൽ ഇല്ലാത്ത പ്രപഞ്ചത്തിൽ എന്തിനാണ് ഗുണം, എന്തിനാണ് ദോഷം? അതുകൊണ്ട് ഈ ഗുണദോഷ ഭാവനയെ ജയിച്ച് ഗുണാതീതനാവൂ എന്ന് ഉദ്ധവർ ഉപദേശിക്കുന്നു. ഇത് കേട്ടതോടുകൂടി ഉദ്ധവരിത ഭഗവാനെ നമസ്കരിച്ചു, കണ്ണീർ വാർത്ത്. ആ ഉദ്ധവർക്കൊപ്പം നമുക്കും ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ ഒന്ന് നമസ്കരിക്കാം. ഭക്തി ബാഷ്പത്തിൽ നീരാടും ഉദ്ധവോത്തമഹൃത്തിലായി ജ്ഞാനദീപം തെളിച്ചോരു മഹായോഗിക്കു കൈതൊഴാം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വൽ ചരണാംബോജെ രതിസ്യാത് അനപായിനി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.